അച്ഛനമ്മമാരുടെ മുറിയിൽ മക്കളെ കിടത്തരുത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കുന്നതിനും അനുവദിക്കരുത്. സ്വഭാവത്താൽ അവർക്ക് അറിവില്ലാത്തത് പിശാച് അവരെ പഠിപ്പിക്കും. ഒരപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അധികാരം ഉപയോഗിക്കുന്നതിന് എന്തിനാണ് ഭയപ്പെടുക? നോ എന്ന് പറയുവാൻ പഠിക്കണം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അപ്പൻ്റെ അവാർഡ് ചിലപ്പോൾ അവൻ മേടിക്കും. ഇവന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ മൊബൈൽ ഫോൺ വേണം. പീഡോഫീലിയ എന്ന് പറയുന്ന ഒരു മാനസിക രോഗം, വൈകൃതം. ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് രണ്ട് സ്ത്രീ പുരുഷ ശരീരങ്ങളുടെ ബയോളജിക്കൽ ഉൽപ്പന്നവുമല്ല, ജൈവശാസ്ത്രപരമായൊരു ഉൽപ്പന്നവുമല്ല. അത് മൃഗങ്ങൾക്കുണ്ടാകുന്നുണ്ടല്ലോ, പട്ടിക്കും പൂച്ചയ്ക്കും ഉണ്ടാകുന്നുണ്ടല്ലോ. ഈ ഇമ്പമുള്ള കുടുംബം ഉണ്ടാകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം മുൻപോട്ട് പോകുമ്പോഴാണ്. വരുന്നൊരു തലമുറ ഈ പറയുന്നത് നമ്മൾ ഏത് രീതിയിൽ ജാഗ്രത പുലർത്തണം എന്നുള്ളത് നമ്മളെ കേൾക്കുന്ന ആളുകൾക്ക് കിട്ടേണ്ട ഒരു അനുഭവമാണ്. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഏത് രീതിയിലുള്ളൊരു ജാഗ്രതയാണ് നമ്മുടെ യുവ മാതാപിതാക്കൾ പുതിയ കുഞ്ഞുങ്ങളെ, പുതിയ തലമുറയെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവർക്ക് ലഭിക്കേണ്ടത് എന്നുള്ളതിന് നമ്മളൊരു മറുപടി അവർക്ക് കൊടുക്കേണ്ടതാണ്. അമ്മ എന്ന രീതിയിൽ നമ്മുടെ വിശകലനം ചെയ്ത് വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ പിഴയാണ്, കുഞ്ഞുങ്ങൾ കുറ്റവാളികളാണെന്നുള്ളൊരു നിഗമനമല്ല നമ്മൾ പങ്കുവയ്ക്കേണ്ടത്. അത് അങ്ങനെയല്ല താനും. അങ്ങനെയല്ലല്ലോ. ഈ കുഞ്ഞുങ്ങളെ ഏറ്റവും മികച്ചവരായിട്ട് വളർത്താനുള്ള പുതിയ തലമുറയിലെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തെപ്പറ്റി നമ്മൾ ജാഗ്രതയോടുകൂടിയുള്ളൊരു വിചിന്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ കുറ്റവാളികളാക്കുകയല്ല, പക്ഷേ അവരെ എങ്ങനെ നമുക്ക് നല്ലവരായിട്ട് മികച്ചവരായിട്ട് വളർത്താൻ പറ്റും എന്നുള്ളതാണ്. എൻ്റെ പേര് മോളി, കുരാസൻ്റെ നിന്ന് വരുന്നു. എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കുടുംബത്തിൽ ഇതുപോലെ ടി വി കാണാൻ അടുത്ത വീട്ടിൽ സ്വന്തം ചേട്ടൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ ആ സ്വന്തം ചേട്ടൻ്റെ മോനാൽ ആ കുട്ടി നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴാണ് അമ്മ അറിയുന്നത്, 4 മാസം കഴിഞ്ഞപ്പോഴാണ് വീട്ടുകാരറിയുന്നത് കുട്ടി പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. പിന്നെ അവരവിടുന്ന് സ്ഥലം വിട്ട് പോയി, നാട് വിട്ട് തന്നെ അവരവിടുന്ന് പോയി. അവരങ്ങനെ പോയിന്നേ ഉള്ളൂ. പിന്നെ മറ്റൊരു സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ആ ഒരു അനുഭവം ഞാൻ അറിഞ്ഞൊരു 18-20 കൊല്ലം മുമ്പാണ് ഞാൻ അറിയുന്നത്. അന്ന് തൊട്ട് എനിക്ക് പേടിയാണ്. എൻ്റെ മക്കളെ ഒരു സ്ഥലത്ത് ടി വി കാണാൻ അന്നൊന്നും ടി വി ഇല്ല. പിന്നെ ടി വി ഒക്കെ ആയി, മക്കൾ വീട്ടിൽ നിന്ന് തന്നെ കാണും. പിന്നെ ഇപ്പം ഞങ്ങളുടെ മക്കളൊക്കെ വലുതായി പോയി. പിന്നെ ചെറിയ കൊച്ചുമക്കൾ, അടുത്തുള്ള മക്കൾ വരുമ്പോൾ ഞാൻ ഇരുത്തുവേല. ഞാനുള്ളപ്പം മാത്രം പെങ്കൊച്ചിനെ ഇരുത്തും. ഞാനില്ലാത്തപ്പോൾ ആമക്കൾക്ക് ഇരിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്, പെങ്കൊച്ചിന് ഇരിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഞാനില്ലാത്ത സമയത്ത് മോളിരിക്കാൻ പാടില്ല. അത് ഞാൻ അവരുടെ വീട്ടിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും വന്നിട്ട് എന്നോട് പറയാൻ പാടില്ല. ഞാനുള്ള സമയത്ത് മാത്രമേ പെങ്കൊച്ചിനെ എൻ്റെ വീട്ടിൽ കയറ്റാൻ പാടുള്ളൂ, ഇല്ലാത്തപ്പം കയറ്റാൻ പാടില്ല. അത് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര പേടിയാണ്. അതായത് ഈ 2 അമ്മമാർ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, അന്ധമായിട്ട് കുഞ്ഞുങ്ങളെ വിശ്വസിക്കരുത് എന്നൊരു കാര്യം പറഞ്ഞു. ഈ കഴിഞ്ഞ വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ മനോഹരമായൊരു സാധനമുണ്ട്. അതായത് മയിലിനെ മുൻപിൽ നിന്ന് കാണാൻ എന്ത് മനോഹാരിതയാണ്. അതിനെ മുന്നിൽ നിന്ന് മാത്രം കണ്ടാൽ പോരാ, അതിന് വളരെ കാണാൻ കൊള്ളാത്ത ഒരു പിൻഭാഗമുണ്ട് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. അപ്പോൾ കുഞ്ഞുങ്ങളെ നിരീക്ഷിക്കുമ്പോൾ ഇത് ചേർത്തിട്ട് തന്നെ മാർപ്പാപ്പ പറഞ്ഞു, ഇതിനോട് അനുബന്ധമായിട്ട് തന്നെ പറഞ്ഞാണ്, കുട്ടികളെ നിരീക്ഷിക്കുമ്പോൾ അവർ മേടിച്ചു വയ്ക്കുന്ന കുറേ സമ്മാനങ്ങളുടെയോ അല്ലെങ്കിൽ അവർ പ്രകടിപ്പിക്കുന്ന കുറേ മികവിൻ്റെ മുൻവശം മാത്രം കണ്ടാൽ പോരാ, മറിച്ച് പിൻഭാഗം എങ്ങനെയാണ് ആ കുഞ്ഞുങ്ങളെ ശരിക്കും നമ്മൾ മാറി നിന്ന് നിരീക്ഷിക്കണം. അവർ പോലും അറിയാതെ അവരെ നിരീക്ഷിക്കുകയും ഇടപെടേണ്ട ഇടത്ത് ഇടപെടാനുള്ള അവകാശം ഉപയോഗിക്കുകയും വേണം എന്നുള്ളൊരു കാര്യം. അച്ഛന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും ഈ വഴി. ഇവരാണ് കുടുംബത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്, അതുകൊണ്ട് അവർ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ പ്രായോഗികം. പക്ഷെ എനിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഈശോ തന്നെ ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ചാവരുൾ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിനുള്ളതാണ്. ദൈവത്തിൻ്റെ സംവിധാനത്തിൽ കുടുംബത്തിൻ്റെ പ്രാധാന്യം വീണ്ടെടുക്കണം എന്നുള്ളതാണല്ലോ എൻ്റെ കാര്യം. ഒരുപക്ഷെ ഇന്നത്തെ ഈ ഒരു വിഷയത്തിന്റെ പരിഹാര മാർഗമായിട്ട് നമ്മളെപ്പോഴും പുറമേയുള്ള ചാനലുകളും അല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ നല്ല ബോധവാന്മാരാണ്. പരിഹാരങ്ങൾ പറയുന്നിടത്താണ് നമ്മളിങ്ങനെ പരിങ്ങൽ അനുഭവിക്കപ്പെടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുടുംബം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ യൂണിറ്റിന് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഈ ചാവറേച്ചൻ പറഞ്ഞിരിക്കുന്ന ക്രമം വീണ്ടെടുക്കുക. ഒരു കോശം കേടാവുന്നു, അടുത്ത കോശങ്ങൾ കേടാവുന്നു, അതാണല്ലോ ക്യാൻസറായിട്ട് തീരുന്നത് എന്നുള്ളതുപോലെ തന്നെ സഭയുടെയും സമൂഹത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള കുടുംബം എന്ന് പറയുന്ന ആ സംവിധാനത്തിൻ്റെ ക്രമം അത് വിശുദ്ധമായിരിക്കണമെന്ന ഈ ചാവറപിതാവിൻ്റെ ബന്ധങ്ങളിൽ, രക്തബന്ധങ്ങൾ, കുടുംബത്തിലെ ബന്ധങ്ങൾ, ഓരോരുത്തരും ആയിരിക്കേണ്ട ഇടങ്ങൾ, ആയിരിക്കേണ്ട പരിസരം എന്ന് പറയുന്നതിൻ്റെ ക്രമീകരണം എൻ്റെ കുടുംബത്തിൽ ഉറപ്പ് വരുത്താൻ ഒരു കുടുംബം ശ്രമിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു പോംവഴിയില്ല. ചാനലുകൾ ഇനിയും കൂടിക്കൊണ്ടിരിക്കും.
ഈ മറ്റ് അശുദ്ധിയും തിന്മയും ആഗ്രഹിക്കുന്നവർക്ക് ഈ ലോകത്തിൽ അതിൻ്റെ കുത്തൊഴുക്ക് ഇനിയും ഉണ്ടാവും, രൂപത്തിലും ഭാവത്തിലും വരും. പക്ഷെ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നു. അത് ഒരു കുഞ്ഞിന് വേണ്ടി എൻ്റെ ജീവൻ ചെയ്യുന്നത് ത്യാഗം എന്ന് പറയുന്നത് ഒരു നമ്മൾ വിഷമിച്ചെടുക്കുന്ന ഒരു രക്തസാക്ഷിത്വമല്ല, മറിച്ച് എൻ്റെ ജീവിത വിശുദ്ധീകരണത്തിനായി ദൈവം തന്നിരിക്കുന്ന മഹത്വത്തിൻ്റെ വഴിയാണെന്നുള്ള ഒരു തിരിച്ചറിവിൽ പ്രസന്നവദനയും നിഷ്കളങ്കയുമായ ഒരു അപ്പനും അമ്മയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു സ്വപ്നം ഏറ്റെടുത്തുകൊണ്ട് വിവാഹവേദിയിലേക്ക് പോലും ദമ്പതികൾ വരാനും ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും അവരെ പ്രാപ്തമാക്കുക എന്ന് പറയുന്ന ബോധവൽക്കരണത്തിൻ്റെ തലങ്ങളിലൂടെ അല്ലാതെ ചാനലുകൾ ഓഫ് ചെയ്തിട്ടോ പുറത്തിറങ്ങരുതെന്ന് പറയുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. നമ്മൾ പറയുന്നതിനപ്പുറത്തൂടെ വേലിക്കെട്ടിന് പുറത്തൂടെ കാര്യങ്ങൾ അകത്ത് വരുന്ന സംവിധാനങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് വാതിലുകളുടെ പൂട്ടുകളെക്കാളും മനസ്സിൻ്റെ പൂട്ട് തുറക്കാനും അടയ്ക്കാനും കുട്ടികളെയും അവരവരും പരിശ്രമിക്കാൻ വേണ്ടി പ്രാപ്തമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോംവഴി എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറ് കോംപ്ലിമെൻ്റ് ചെയ്യാം. അച്ഛൻ പറയുന്നതിനെ ഞാൻ കുറച്ചുകൂടെ പച്ചയായിട്ടുള്ള കുടുംബങ്ങളുടെ ഭാഷയെ പറയാം. ഇപ്പം ഒരു വലിയൊരു കോൺട്രഡിക്ടറി പോയിൻ്റ് ഇതാണ്. എനിക്ക് പലപ്പോഴും വിഷമം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത എൻ്റെ അപ്പച്ചനും അമ്മയ്ക്കും ഇല്ല. പക്ഷേ എൻ്റെ അപ്പച്ചനും അമ്മയും വളർത്തിയ എനിക്ക് ജീവിതത്തിലുള്ള പ്രത്യാശയും കാര്യപ്രാപ്തിയും സത്യത്തിൽ എനിക്കെൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ട്രൈ ചെയ്യാഞ്ഞിട്ടല്ല, പക്ഷേ കൊച്ചുങ്ങൾ വന്നിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ ക്ലാസ്സിൽ ബാക്കി 39 പേർക്കും ആവാം, എന്തേ ഈ വീട്ടിൽ മാത്രം പറ്റിയല്ലാത്തത്? ഉടനെ അനിയത്തി പറയും, എടി അത് നമ്മുടെ പപ്പ സാറായതുകൊണ്ടാണ്. അപ്പോൾ വിഷമം ഇതാണ്, ഈ UP സ്കൂൾ വരെ തികച്ച് പഠിച്ചിട്ടില്ലാത്ത അപ്പനും അമ്മയും വളർത്തിയ മക്കളൊക്കെ ഇന്ന് അഭിമാനത്തോടെ പ്രത്യാശയോടുകൂടി ഇവിടെ ഇരിക്കുമ്പം ബിരുദവും ബിരുദാനന്ദ ബിരുദവും നേടിയ മാതാപിതാക്കന്മാർ വളർത്തുന്ന മക്കളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു TV ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന കുട്ടികൾ. ഞാൻ കൊടകര ഭാഗത്തൊരു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ DYSP സാർ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹം പങ്കുവെച്ചൊരു കാര്യം ഇതാണ്. ഒരു കൊച്ച് തലേദിവസം വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയി. സ്കൂളിൽ പോയ കൊച്ച് തിരിച്ച് വീട്ടിലേക്ക് ചെന്നില്ല. കൊച്ചിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. കൊച്ചിനോട് കാരണം ചോദിച്ചപ്പോൾ കൊച്ച് പറഞ്ഞത് ഇതാണ്, കൊച്ചിന് 100ൽ 98 മാർക്കേ കിട്ടുള്ളൂ, 2 മാർക്ക് കുറഞ്ഞു പോയി. ഈ നഷ്ടപ്പെട്ടു പോകുന്ന 2 മാർക്കിൻ്റെ കൂടെ പേരിൽ ഒളിച്ചോടി പോകാനാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ആരും ഇവിടെ ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇത്രയേറെ ബിരുദവും വിദ്യാഭ്യാസവും യോഗ്യതയും മോഡേണും ആധുനികവും ആയെന്ന് കരുതിയിട്ട് പോലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. പക്ഷേ ഈ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത പഴഞ്ചൻ തലമുറക്കാർക്ക് ഇത് എങ്ങനെ സാധിച്ചു? അത് ഒറ്റ മറുപടിയേ ഉള്ളൂ, അവർക്കൊരു പണിയേ ഉണ്ടായിരുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഞാൻ പറയാം, നമുക്ക് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അനലിറ്റിക്കൽ തിയറിയൊക്കെ നമുക്കറിയാം, സൈക്കോ അനലിറ്റിക്കൽ തിയറിയൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതൊന്നും അറിയാതെ നമുക്ക് എന്താണ് ഇഡ് സ്റ്റേജ് ഉണ്ട്, ഈഗോ ഉണ്ട്, സൂപ്പർ ഈഗോ ഉണ്ട്, ഇതൊക്കെ നമ്മൾ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടുന്നത്, ഈ പണ്ട് ഈ ചട്ടയും മുണ്ടും എടുത്തുകൊണ്ട് നടന്ന ഈ അമ്മച്ചിമാർ സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ഇവരുടെ കയ്യിൽ ഒരു ചെറിയ കൊച്ചു സാധനം ഉണ്ടായിരുന്നു, ചൊട്ടയിലെ ശീലം. സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കണ്ടെത്തിയ മുഴുവൻ കണ്ടെത്തലുകളും സംഗ്രഹിച്ച് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും പേരൻസിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ളത് സത്യമാണെങ്കിൽ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോഴേ അറിയത്തില്ല നാളെ അവരാരാവും, അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ അതിനെ പ്രതി അഭിമാനിക്കുന്നവരോട് കൈപൊക്കാൻ പറഞ്ഞാൽ ഇന്ന് വരെ ഒരു സ്കൂളിലും എനിക്ക് തോന്നുന്നു ഒരു മിനിമം ഒരു 5000 പേരൻസിൻ്റെ അടുത്ത് ഞാനിത് പങ്കുവച്ചിട്ടുണ്ട്. ഒരുത്തർക്കും കൈപൊക്കാൻ പറ്റാറില്ല, ഇൻക്ലൂഡിങ് മീ. എനിക്കും പറ്റാറില്ല. അപ്പം എൻ്റെ ഒരു സ്വകാര്യ ചിന്ത ഇതാണ്, ഈ ക്രൈസ്തവ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ചൊട്ടയിലെ ശീലം എന്നുള്ളതിനെ മാറ്റി ഞാൻ ഈ ചാവരുൾ ശീലം എന്നതിനെ ഒന്ന് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കറക്റ്റായി. ചുടല വരെ. കാരണം വേണ്ടത് മുഴുവൻ ഈ ചാവരുളിൽ. ചുടല എന്നുള്ളത് എന്താണെന്നും കൂടെ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറയേണ്ടി വരും. കാരണം എല്ലാവർക്കും ഈ ചുടലയൊന്നും അത്ര പരിചയമൊന്നും ഉണ്ടാവില്ല. ചുടല എന്താണെന്ന് മനസ്സിലാകാത്ത ആൾക്കാരായി എന്നുള്ളത്. ദേവിചേട്ടൻ പറ, ചുടല എന്താണ്? ഞാനൊരു വടി മേടിക്കാനായിട്ട് ഒരു കടയിൽ കയറി, ഒരു വടി. അപ്പം ചൂരിൽ കിട്ടാനുണ്ട്, ചെറിയ വടി. അപ്പം മേടിക്കാൻ വേണ്ടി ഇപ്പോൾ ആ കടക്കാരൻ എന്നോട് ചോദിച്ചു, എൻ്റെ സുഹൃത്താണ്, എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് വടി മേടിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് തല്ലാനല്ലാതെ വേറെ എണ്ണത്തിനാണ് വടി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പിള്ളേരെ തല്ലുമോ? ഞാൻ പറഞ്ഞു, ഞാൻ തല്ലും. ഞാൻ തല്ലി ശിക്ഷണത്തിലാണ് വളർത്തുക, അല്ലെങ്കിൽ എന്നാന്ന് പറയാം, അവർ വല്ലവരോടും തല്ലി മേടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ കൊടുത്താൽ ആ കുഴപ്പമില്ലെന്ന് പറഞ്ഞു, അവർക്ക് ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഓർക്കുക, ഇപ്പോൾ ശിക്ഷണത്തെപ്പറ്റി പറഞ്ഞപ്പം ഞാൻ ഓർക്കുക, അമ്മ
അമ്മയും അപ്പനും നമ്മളെ ശിക്ഷിക്കുമ്പം ആദ്യം ഒരു വേദനയൊക്കെ തോന്നിയാലും ഇന്ന് അവരോട് ഏറ്റവും കൂടുതൽ സ്നേഹം അടുപ്പവും തോന്നിയതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്ന ആ തല്ലിൻ്റെ വില. തല്ലാതെ വളർത്തുന്ന മക്കൾ മാതാപിതാക്കളോട് യാതൊരു സ്നേഹമില്ലാതെ വളരും. തീർച്ചയായിട്ടും ആ സ്നേഹം ഇന്ന് നിലനിൽക്കുന്നതിൻ്റെ കാരണം അന്ന് മേടിച്ച 1-2 തല്ലിൻ്റെ ഗുണമാണെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. 1-2 തല്ലൊന്നല്ല മേടിച്ചിരിക്കുന്നത്, ഇഷ്ടംപോലെ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ആ മേടിച്ചതൊക്കെ ഓരോ ആവശ്യത്തിനായിരുന്നു. ഇന്നത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമ്മൾ വാവുകൊണ്ട് പറഞ്ഞാലൊന്നും പിള്ളേരുടെ തലയിൽ കയറുകയല്ല. ഒരു വടി കാണിച്ചാൽ മനസ്സിലാവും, കുറച്ച് നിൽക്കും, എന്നാലും വടി കൊണ്ടേ നടക്കൂ കാര്യങ്ങൾ കുറേ. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഒരുപാട് തള്ളണമെന്ന് പിള്ളേരെ ശിക്ഷിച്ച് അവരെ വഷളാക്കണമെന്നും അല്ല പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടും ഒരു ശിക്ഷണം ആവശ്യമാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു കുടുംബത്തിൻ്റെ ക്രമം ശരിപ്പെടുത്താത്ത കുടുംബങ്ങളിൽ അക്രമം അരങ്ങേറുന്നു തന്നെയാണ് പറയുന്നത്. തൻ്റെ മക്കളും തന്നോളമായാൽ താനെന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ചൊല്ലുണ്ട്. അതെ. അപ്പോൾ ഒരു 15 വയസ്സൊക്കെ കഴിഞ്ഞ കൗമാരത്തിൻ്റെ ഒരു ഇതിൽ ആ ഒരു യൗവനത്തിലേക്കുള്ള ട്രാൻസിഷൻ പീരീഡിൽ അപ്പനും മകനും തമ്മിൽ പിന്നെ വ്യത്യാസങ്ങളില്ല. അവനെ ഈക്വലായിട്ട് കാണണം, തുല്യനായിട്ട് കാണുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഇവിടെ സംഭവിക്കുന്നത് ആ ഒരു പ്രായം വരെ ഇവൻ്റെ സർവ്വ സ്വാതന്ത്ര്യത്തിനും തോന്നിവാസത്തിനും അഴിച്ചുവിട്ടിട്ട് നിയന്ത്രിക്കണമെന്ന് അപ്പന് തോന്നുന്ന ആ പ്രായത്തിലാണ്. മകൻ നിന്നു കൊടുക്കില്ല അതിന്. ചെറുപ്പത്തിൽ ചെയ്യേണ്ട സംഗതി കൃത്യസമയത്ത് ചെയ്തില്ലാതെ വന്നാൽ പിന്നെ നമുക്ക് അതിനുകൊണ്ടല്ലോ നമുക്ക് ആപ്തവാക്യങ്ങൾ. എൻ്റെ ഒരു ജീവിതാനുഭവമാണ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ 3ാമത്തെ മോള്, അവൾ ഇപ്പോൾ UKG പഠിക്കുന്നു. അപ്പോൾ LKG ക്ലാസ്സിൽ അവൾ പഠിക്കുമ്പം അവൾക്ക് വീട്ടിൽ നിന്ന് ഒരു കല്ല് പെൻസിൽ കൊടുത്തു വിടുള്ളൂ. കാരണം മിതത്വം പരിശീലിപ്പിക്കണമല്ലോ. അപ്പോൾ ഈ ഒരു കല്ല് പെൻസിൽ കൊടുത്തു വിടുന്നത് അവൾ വൈകുന്നേരം തിരിച്ചു വരുമ്പം 3-4 കല്ല് പെൻസിലുമായിട്ട് വരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ അവളോട് ചോദിച്ചു, എടി ഇതെവിടെ നിന്ന് നിനക്ക് 3-4 കല്ല് പെൻസിൽ കിട്ടുന്നത്? അത് കൂട്ടുകാർ തന്നതാ എന്ന് പറഞ്ഞ് ഒരു ദിവസം സ്റ്റോപ്പ് ചെയ്തു. അടുത്ത ദിവസം അവളില്ലാതെ വന്നു. വീണ്ടും 2 ദിവസം കഴിഞ്ഞ് അവിടെ ബാഗ് തുറക്കുമ്പോൾ വീണ്ടും അഡീഷണൽ കല്ല് പെൻസിലാണ്. വീണ്ടും അവളോട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മമ്മി എൻ്റെ ക്ലാസ്സിൽ ഒറ്റ കല്ല് പെൻസിലുമായിട്ട് വരുന്ന ഒരേ ഒരു കൊച്ച് ഞാനാ. ബാക്കി എല്ലാവർക്കും 12 ഉള്ളത്തിൻ്റെ ബോക്സുമായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ ഒറ്റക്കല്ല് പെൻസിലുമായിട്ട് വരുന്ന ദരിദ്രവാസി കൊച്ചിന് എല്ലാവരും ഓരോന്ന് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ജോയി സാറ് പറഞ്ഞു കേട്ടിട്ട് അനുബന്ധ ചിന്ത ഇതാ വരുന്നത്. ഈ കല്ല് പെൻസിൽ നമുക്ക് 1 ഡസൻ കൊടുക്കാം, പെൻസിൽ 1 ഡസൻ കൊടുക്കാം, പേനയും നമ്മൾ 1 ഡസൻ കൊടുക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂളുകളിലേക്കൊക്കെ എത്തുമ്പോൾ ഇവരിടുന്ന പാൻറ്റോ ഡ്രസ്സോ അവിടെയൊക്കെ നമുക്ക് ചെറിയൊരു പാടാണല്ലോ. ഈ കൊച്ച് എന്തേ എൻ്റെ കുടുംബത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുള്ളപ്പോൾ ഇത്രയും ഡിമാൻഡ് ചെയ്യുന്ന ഒരു വേദനയൊക്കെ വരും. എന്നാലും നമ്മളത് സാധിച്ചു കൊടുക്കും. പക്ഷേ ഒരു +2കാരൻ വന്നിട്ട് ഒരു 2.5 ലക്ഷത്തിൻ്റെ ഡ്യൂക്കിൻ്റെ ബൈക്ക് ചോദിക്കുമ്പം, 60,000ത്തിൻ്റെ ഐഫോൺ ചോദിക്കുമ്പം നമുക്ക് പൊള്ളും, കാരണവന്മാർക്ക് പൊള്ളും. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇത് പറ്റത്തില്ല, ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. പക്ഷേ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ 1 ഡസൻ ചോദിച്ചിട്ട് മുടങ്ങാത്ത എനിക്ക് ഈ ഒരു സാധനം ചോദിച്ചിട്ട് കിട്ടുന്നില്ല. ഹീസ് ഹൈലി ഒഫൻഡഡ്. അവനവിടെ പ്രശ്നമായി, അവന് മാനസികമായിട്ട് ഇവനെ പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ആ ഒരു പോയിന്റിൽ നമ്മൾ ഈ കതിരുമേ വളം വെക്കുന്നത് പോലെ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് വലിയ ഇൻസൾട്ട് ആവുന്നു. അതിനേക്കാൾ അവനെപ്പോഴും താരതമ്യത്തിലൂടെ അവൻ്റെ കൂട്ടുകാരുടെ സ്റ്റേറ്റ് നോക്കിയിട്ടാണ് അവനെ കമ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ വരുമ്പം നമ്മൾ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്, ഈ ചാവരുൾ ശീലങ്ങൾ വളരെ ചെറുപ്രായത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വലുതായി കഴിയുമ്പോഴുള്ള ഫ്രിക്ഷൻസ് ഒത്തിരി മാറിക്കിട്ടും. സൂചി കൊണ്ട് എടുക്കേണ്ടത് എടുത്താൽ തൂമ്പ ഒഴിവാക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒരു അഭിപ്രായം പറയാം. നമ്മുടെ പള്ളികളിൽ നമ്മൾ മോറൽ വിദ്യാഭ്യാസം കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചാവറുകൾ ഉൾപ്പെടുത്തണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. അത് ഇതുവരെ ഞങ്ങളുടെ ഈ മേഖലയിൽ അത് വന്നിട്ടില്ല. ഈ ചാവറുകൾ വന്നാൽ ഒരുപടി മാറ്റങ്ങൾ സംഭവിക്കും. ഈ സംസ്കാരത്തിന് തന്നെ മാറ്റം വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അച്ഛൻ എന്ത് പറയണു? അച്ഛനെ നമ്മൾ ഫലങ്ങളിൽ നിന്ന് വൃക്ഷത്തെ അറിയുന്നു. നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ പരിശീലനത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ പരിശീലനം നമ്മൾ എവിടുന്ന് തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ മറ്റൊരു വിഷയത്തിൻ്റെ ഡിസ്കഷനൊക്കെ ആകാം. പക്ഷേ ചാവറ പിതാവ് പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശിക്ഷണത്തെക്കുറിച്ച് തന്നെയാണല്ലോ ചാവറ പിതാവ് പറയുന്നത്. അത് ആരംഭിക്കേണ്ടത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തുടങ്ങുന്ന പ്രായത്തിന് മുമ്പേ പലതും തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ശരിക്കും രൂപപ്പെടുത്തേണ്ട കാലത്തിൽ നമ്മൾ മാതാപിതാക്കന്മാരോ സമൂഹമോ സഭയോ വേണ്ട വിധം ഗൗരവമായിട്ട് അതിൽ ഇടപെടുന്നില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ട്. ഇടുക്കി രൂപതയിൽ ഞങ്ങൾ ചെയ്ത ഒരു കാര്യം,
ഏലീശോ ധ്യാനം എന്ന പേരിൽ ഒരു ധ്യാനം തുടങ്ങി. ആ ധ്യാനം ഗർഭവതികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ധ്യാനമായിരുന്നു. അതിനെക്കുറിച്ച് ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഞാൻ തന്നെ കൂടിയ ഗ്രൂപ്പിൽ, ഞങ്ങൾ കൊല്ലക്കൊമ്പിൽ അച്ഛൻ, അങ്ങനെ 2-3 അച്ഛന്മാർ കൂടിയാണ് ഇങ്ങനെ പ്ലാൻ ഇട്ടത്. അപ്പോൾ ഞാൻ തന്നെ അതിന് ഒഫൻസ് പറഞ്ഞ് ആര് വരാനാണ്, മറ്റ് ധ്യാനങ്ങൾക്ക് വരും, ഗർഭവതികളെ ധ്യാനത്തിന് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. അവസാനം എങ്ങനെയാണെങ്കിലും നമുക്കിത് നടത്തണം. അത് അവസാനം ഈ പ്രശ്നം പറഞ്ഞ് ഞാൻ തന്നെ പറഞ്ഞു, നമുക്ക് ഒരാളെ ഉള്ളെങ്കിലും നമുക്ക് ധ്യാനം നടത്തണം. കാരണം ഒരാൾ വന്നാൽ ഒരാളല്ല 2 പേരാണല്ലോ വരുന്നത്. 2 പേര് വന്നാൽ അവരുടെ മധ്യേ തമ്പുരാനുണ്ടാവും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ റോയിച്ചിനോട് കാര്യം പറഞ്ഞപ്പോൾ റോയിച്ചൻ പറഞ്ഞു, ഒരാൾ വന്നാൽ ഒരാളല്ല 2 പേരാണ് വരുന്നത് എന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ, ഒരാളെ ധ്യാനത്തിന് വന്നാൽ ഉള്ളെങ്കിലും ഒരാളല്ല വരുന്നത്, 3 പേരാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ അന്നേ തുടങ്ങുന്ന ശിക്ഷണത്തിൻ്റെ നല്ല വൃക്ഷങ്ങളെ രൂപപ്പെടുത്തി നല്ല കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി അവരെ കുഞ്ഞെപ്പോൾ രൂപപ്പെടുന്നോ അന്ന് മുതൽ ശിക്ഷണം ആരംഭിക്കണം എന്നുള്ള ഈ ചാവരുൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ദമ്പതികൾ ഒരു കുഞ്ഞിന് ജീവൻ കൊടുക്കുന്ന നിമിഷം മുതൽ, അതിന് തയ്യാറാകുന്ന നിമിഷം മുതൽ ഈ ബോധ്യങ്ങളും നന്മകളും രൂപപ്പെടുത്താനുള്ളിടത്തുള്ള തുടങ്ങിയാലേ ഈ അവസാനം ഈ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മുള്ളുകൊണ്ടെടുക്കാനുള്ളത് തൂമ്പ കൊണ്ട് പിന്നെ അതിൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല. നമ്മുടെ സഭയുടെ ഒരു സംവിധാനത്തിൽ നമുക്ക് ഇന്ന് കത്തോലിക്ക സഭ വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വേദപരിശീലന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ഉചിതമായ നിർദ്ദേശങ്ങളും കൊടുക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. അതേസമയം നമ്മുടെ തന്നെ മക്കൾ അത് മുഴുവൻ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് നമ്മൾക്ക് മുഴുവൻ അങ്ങോട്ട് ഉറപ്പിച്ച് പറയാനും പറ്റുന്നില്ല. അതേസമയത്ത് ചാവരുൾ പോലുള്ള 150 വർഷം പഴക്കമുള്ള ഉപദേശങ്ങൾ എന്ന് പറയുമ്പോഴും ഈ കാലത്തോട് ഇപ്പോൾ ഇത്രമാത്രം സജീവമായി ചർച്ച ചെയ്യുകയും സംവദിക്കുകയും ഇടപെടുകയും ചെയ്യുവാൻ കരുത്തുള്ള വാക്കുകൾ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക്, ബേബിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇടുക്കി രൂപതയിൽ ചെയ്തിരിക്കുന്നത് പോലെ മറ്റ് രൂപതകളിലും ഇത്തരത്തിൽ നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞാൽ അത് കൂടുതൽ ഗുണകരമായിട്ട് വരും എന്ന് തോന്നുന്നില്ലേ അച്ഛന്? എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ദർശനങ്ങളാണ് ഉണ്ടാകേണ്ടത്. നമ്മുടെ ദർശന സമൂഹം എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്. ശരിക്കും ക്രൈസ്തവർ ഒരു ദർശന സമൂഹമാണ്. നമുക്ക് ഈ ദർശനം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട്, നമ്മുടെ ദർശനങ്ങൾ മറ്റു പലതും ഏറ്റെടുക്കുന്നത് കൊണ്ട് നമ്മളാവുന്ന വൃക്ഷങ്ങൾ ലൗകികതയും വെറും ഭൗതികതയും മാത്രമാകുമ്പോൾ ലൗകികതയുടെയും വെറും ഭൗതികതയുടെയും ഫലങ്ങളും സ്വാഭാവികമായിട്ട് രൂപപ്പെടുന്നു. അപ്പോൾ നന്മയുടെ ദർശനങ്ങളാണല്ലോ ഈ ചാവർ പിതാവ് 150 വർഷം മുമ്പ് അന്നത്തെ ഭാഷയിൽ എഴുതിയത്. അന്നത്തെ ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദർശനങ്ങൾക്ക് ഒരിക്കലും നിറം മങ്ങിയിട്ടില്ല. ആ വലിയ പ്രകാശം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സാർക്ക് പറഞ്ഞതുപോലെ അന്നത്തെ ഭാഷയിലുള്ളത് അത് വായിക്കാൻ പറഞ്ഞാൽ അന്ന് വായിക്കാനുള്ള ക്ഷമ പോലും, അക്ഷരം പോലും, ഇപ്പം നമ്മൾ ചുടലയുടെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പോഴും അവർക്ക് സംശയമുണ്ട് എന്താണ് ഈ ചുടല എന്നുള്ളത്. അപ്പോൾ ഈ ചുടല എന്ന് പറയുന്ന ഭാഷ നഷ്ടപ്പെടുന്നിടത്ത് നമ്മൾ പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ ചാവർ പിതാവ് പറഞ്ഞ ഈ 150 വർഷം മുമ്പ് പറഞ്ഞ ചില ഭാഷകളുടെ അർത്ഥങ്ങൾ മനസ്സിലാകുന്നില്ലാത്തത് കൊണ്ട് അർത്ഥങ്ങൾ നിർവീര്യമാക്കപ്പെടുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ സംരംഭം പോലെ അതിൻ്റെ പ്രകാശത്തെ ദർശനമാക്കി എല്ലാ മേഖലകളിലൂടെയും സഭയുടെ എല്ലാ സമ്പത്തും സർവ്വ മേഖലകളും വിനിയോഗിച്ചുകൊണ്ട് ഈ ദർശനം മാതാപിതാക്കന്മാരിലും വിശ്വാസ സമൂഹത്തിലേക്കും സന്നിവേശിപ്പിക്കാൻ വേണ്ടിയാണ് ഏറ്റവും പ്രഥമമായ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചാവറയച്ചൻ്റെ ചാവരുളിൽ നമ്മൾ ഇന്ന് വിശകലനം ചെയ്തത് ഒരു കുടുംബത്തിലെ മക്കളും മാതാപിതാക്കളും എവിടെയാണ് എങ്ങനെയാണ് വിന്യസിച്ചിരിക്കുന്നത് എന്നാണ്, അവരുടെ പൊസിഷനിങ്ങാണ്. രാത്രിയിലെ പൊസിഷനിങ്ങിനെ പറ്റിയാണ് ചാവറയച്ചൻ പറഞ്ഞത്. പക്ഷേ പകലിലും ജീവിതത്തിലുമുള്ള പൊസിഷനിങ്ങും കൂടിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇടം ഒരു വീട്ടിലുണ്ട്. കിടക്കേണ്ട ഇടവും നടക്കേണ്ട ഇടവും ഇരിക്കേണ്ട ഇടവുമുണ്ട് എന്ന് ചാവറപ്പിതാവ് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച മുഴുവനും ആ രീതിയിലേക്കാണ്. പല മാനങ്ങൾ നമ്മൾ ചർച്ചയിൽ കൊണ്ടുവന്നു. ടീച്ചറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഈ ചിന്തകൾ ഒരു പ്രായോഗിക തലത്തിൽ നിലനിർത്താൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ മുൻ കാലഘട്ടത്തേക്കാൾ ഇന്ന് കുടുംബത്തിൽ അപ്പനും അമ്മയും മിക്കവാറും ജോലിക്കാർ തന്നെ ആയിരിക്കും. എന്നിരുന്നാലും മുൻ കാലഘട്ടത്തിലും അപ്പൻ അപ്പൻ്റേതായ ജോലിയും അമ്മയ്ക്ക് അമ്മയുടേതായ ജോലിയും ഉണ്ടായിരുന്നു. എല്ലാ കാലങ്ങളിലും ജോലികൾ ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് കൂടുതൽ നമ്മൾ കാണുന്ന എത്ര ജോലി തിരക്കുണ്ടെങ്കിലും സന്ധ്യാസമയമായി കഴിഞ്ഞാൽ കുടുംബത്തിൽ അപ്പന് നിർബന്ധമാണ് കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നിരിക്കണം. അതിൽ അപ്പൻ തന്നെ മുൻകൈയെടുക്കും, കുടുംബാംഗങ്ങൾ സജീവമായി പങ്കെടുക്കും.
തന്നെയുമല്ല അന്നൊക്കെ മുഴുവൻ സമയം മുട്ടിന്മേൽ നിന്ന് തന്നെ നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. അതിന് വീഴ്ച വരുത്തിയാൽ ശിക്ഷ കിട്ടുകയും ചെയ്യും. അത് ക്രമേണ അത് കുറഞ്ഞു വന്ന് അങ്ങനെ ഇന്ന് കുടുംബ സംവിധാനത്തിൽ കുറേയും കൂടെ ഒരു സുഖത്തിൻ്റെയും അവതരണ ശൈലിയായി അല്ലേ, വിനോദത്തിൻ്റെയും കുറച്ചുകൂടി നമ്മളൊരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ജീവിതത്തിലേക്കുള്ള പോക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇന്ന് നമുക്ക് പലപ്പോഴും സമയമില്ല എന്ന് തോന്നുന്നത്. എങ്കിൽ പോലും ഞാൻ പറയും, ഓരോ മാതാപിതാക്കൾക്കും തങ്ങളുടെ ഓരോ കുഞ്ഞിനോടൊപ്പം ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും അവനോടൊപ്പം ചിലവഴിക്കുവാൻ സമയം കണ്ടെത്തിയില്ല എങ്കിൽ അവൻ്റെ ഭാവി നമ്മൾ വിചാരിക്കുന്നതിൽ നിന്നും വിദൂരത്തായിരിക്കും. നമ്മൾ എന്തൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാലും ഈ സമയം ഓരോ കുഞ്ഞുങ്ങളോടും ഒപ്പം ഇരുന്ന് ചിലവഴിക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ചാവറപ്പിതാവ് പറഞ്ഞത് 150 വർഷം മുൻപുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പറഞ്ഞത് ഇന്ന് വളരെ അതേപോലെ തന്നെ പ്രസക്തമാണ്. നമ്മൾ ഒരു മാറ്റവും ഇല്ലാതെ തന്നെ അതിൻ്റേതായ ആ ചട്ടങ്ങൾ ഇന്നും നമ്മൾ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടത്തിലുള്ളവർക്ക്, കുട്ടികൾക്കും യുവാക്കൾക്കും യുവദമ്പതികൾക്കും മാതാപിതാക്കളായിട്ടുള്ളവർക്കും എല്ലാം ഈ ചാവറിലെ ചട്ടങ്ങൾ അത് ജീവിതത്തിൽ അഭ്യസിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ കുടുംബ സംവിധാനം ഒന്നുകൂടി ശക്തമറ്റതായി മാറുമെന്നാണ്. ഈ അഭിപ്രായമായിട്ട് യോജിക്കുന്ന ഒരു അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത്. അന്ന് 150 വർഷം മുമ്പ് ചാവറുൾ തന്ന ഈ പിതാവ് പറഞ്ഞ ആ ജ്ഞാനം നമ്മുടെ കാരണന്മാർ 7ാം ക്ലാസ് വരെ 6ാം ക്ലാസ് വരെ പഠിച്ച കാരണന്മാർക്ക് കൊടുത്ത ജ്ഞാനവും ഇനി നമുക്ക് ലഭിക്കേണ്ട ജ്ഞാനവും ഒരേ ആത്മാവിൽ നിന്ന് കിട്ടേണ്ടതാണ്. അത് കിട്ടാത്തതാണ് നമ്മുടെ കുടുംബങ്ങൾ ഇതുപോലെ ആയിപ്പോയത്. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലില്ലാത്ത കുടുംബങ്ങളെല്ലാം വേറിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുമായിട്ട് കുടുംബങ്ങളിൽ കാരണം മാതാപിതാക്കൾ ശരിക്ക് യോജിച്ച് വിട്ടുവീഴ്ചയോടെ സൗമനസ്യത്തോടെ തമ്മിൽ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാത്തതാണ് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ തരക്കേട്. ഈ ആലോചന മക്കളെ വളർത്തുന്ന കാര്യത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം? കുടുംബം എന്നുള്ളത് മക്കളോടൊപ്പമുള്ള വളർച്ചയാണെന്നുള്ളൊരു വലിയ പ്രതീക്ഷയും സ്വപ്നവും ഈ ചർച്ച നമ്മൾ ഏതാണ്ട് ഒരു അവസാനത്തേക്ക് എത്തുമ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, മരിച്ചുപോയ മാതാപിതാക്കളുടെ ആൽബം നമ്മൾ സൂക്ഷിക്കുന്നു വീട്ടിൽ. അതിലൊരപ്പനായിട്ട് ഈ ചാവറയച്ചൻ്റെ ഒരു പടം നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം, ഒരു ഓർമ്മപ്പെടുത്തൽ. വീട്ടിലെല്ലാ ദിവസവും വായിക്കുന്ന ബൈബിളിനോട് ചേർത്ത് ചാവരുളിൻ്റെ ഒരു കോപ്പി. ഞാൻ പറയുന്നത് 40 കാര്യങ്ങളെ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. 40 ദിവസവും ഓരോ ദിവസവും ഓരോന്ന് വെച്ച് വായിച്ചിട്ട് അപ്പനും അമ്മയും മക്കളും കൂടി അതൊന്ന് ധ്യാനിച്ചു പോയാൽ തന്നെ നമ്മുടെ കുടുംബങ്ങൾക്ക് എത്രയോ വലിയ മാറ്റം ഉണ്ടാകും. കാരണം കുടുംബത്തെപ്പറ്റി പറയാൻ ഇനി വേറൊരാളില്ല, ഇനി ഇതിൽ കൂടുതലൊന്നും കുടുംബത്തെപ്പറ്റി പറയാനുമില്ല. അപ്പോൾ കുടുംബത്തിൻ്റെ യഥാർത്ഥ മധ്യസ്ഥൻ മരിച്ചു പോയിട്ടൊന്നുമില്ല, മൺമറഞ്ഞു പോയിട്ടൊന്നുമില്ല. അദ്ദേഹം 150 വർഷമല്ല, ഇനിയും 150 കഴിഞ്ഞാലും നമ്മുടെ ഇടയിലെ ഒരു സജീവ സാന്നിധ്യമാണ്. അപ്പോൾ കേരളത്തിൽ മാത്രമൊന്നുമല്ല, എവിടെയെല്ലാം മനുഷ്യർ ചിതറിപ്പാർക്കുന്നുണ്ട് അവിടെയെല്ലാം കുടുംബങ്ങളുടെ മധ്യസ്ഥനായിട്ട് ഇത് ഭാഷകളിലേക്കൊക്കെ വിവർത്തനം ചെയ്യപ്പെട്ട് ഭാഷയ്ക്കും ദേശത്തിനും ഒക്കെ അപ്പുറത്തേക്ക് ഈ ചാവരുള് പ്രസക്തമാണ്. പോയി കഴിഞ്ഞാൽ ഈ തകർന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന കുടുംബ സംവിധാനങ്ങൾ ഇനിയും തിരിച്ചു വരും എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രാർത്ഥന. പിന്നെ ബേബിച്ചേട്ടൻ പറഞ്ഞ ഒരു വലിയ കാര്യം, നമ്മൾ ഈ ചർച്ചകളിലെല്ലാം എനിക്ക് തോന്നുന്നു കുറേ യുക്തിയും ബോധവും ബുദ്ധിയും സൈക്കോളജിയും ഒക്കെ പറഞ്ഞു. പക്ഷേ അടിസ്ഥാനപരമായി ഒരു കത്തോലിക്ക കുടുംബത്തിൻ്റെ ആണിക്കല്ലെന്ന് പറയുന്നത് മുടങ്ങാത്ത പ്രാർത്ഥനയാണ്. ദ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ എന്നാണ്. അതിൻ്റെ ഒരു വലിയ കുറവാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമെന്ന് പറയാതെ ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് കുടുംബങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കണം. ടീച്ചർ പറഞ്ഞത് 10 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 10 മിനിറ്റ് അല്ല, അരമണിക്കൂറെങ്കിലും ഒരു നേരമെങ്കിലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം, ഒരു നേരമെങ്കിലും ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഈ മിനിമം 2 കാര്യങ്ങൾ, ഈ മിനിമം പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു കോമൺ മിനിമം പ്രോഗ്രാം, ഒരു ദിവസം ഒരു നേരമെങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷിക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഈ ചാവരുളിൻ്റെ ഒരു പോയിന്റ് എല്ലാ ദിവസവും വായിക്കുകയും ചെയ്താൽ വലിയ മാറ്റം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വലിയ പ്രതീക്ഷ. കുടുംബങ്ങളുടെ മധ്യസ്ഥനാണ് ചാവറപ്പിതാവ് എന്നത് ഈ ഒരു കാലം വളരെ ആവശ്യത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു സത്യമാണ്. കാരണം 1.5 നൂറ്റാണ്ട് കാലമായി കേരളത്തിലെ ക്രൈസ്തവ കുടുംബങ്ങൾ ഇത് പറയാതെ അനുഭവിക്കുകയായിരുന്നു. ഓരോ ദിവസവും ഇപ്പം ജോയി മാത്യു സാർ സൂചിപ്പിച്ചതുപോലെ, തൊട്ടു മുമ്പ് ജിജി അച്ഛനും റോബിൾ സാറും മറ്റെല്ലാവരും ബ്രോയിച്ചൻ പറഞ്ഞതുപോലെ, ഓരോ ദിവസവും നമ്മളുടെ കത്തോലിക്ക കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഒരു കൂട്ടായ്മ. നമ്മളിപ്പോൾ പല കാര്യങ്ങൾ വളരെ സ്വതന്ത്രമായി ചർച്ച ചെയ്തെങ്കിലും അതിനൊക്കെ ഉള്ളിൽ ഈ ഒരു ആവേശത്തോടു കൂടി നമ്മുടെ കുടുംബങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു തീക്ഷ്ണതയും ഒരു പ്രാർത്ഥനയുമുണ്ട്.
ആ ഒരു പ്രാർത്ഥന ചാവറപ്പിതാവ് നമുക്ക് നൽകിയ ഈ ഒരു സന്ദേശങ്ങളുടെ തുടർച്ച തന്നെയാണ്. എഴുതി പഠിക്കാതെ ചാവറപ്പിതാവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ പ്രതി സ്മാരകങ്ങളൊന്നും പണിയണ്ട. ഇതിനകത്ത് ആദ്യം പറയുന്നുണ്ട്, ഇത് തലമുറകളിലേക്ക് നിങ്ങൾ പകർന്നു നൽകുക. അത് നിങ്ങളുടെ തലമുറകളെ ഒരു ജപമാലയുടെ ചരടിൽ ഈ മണികളൊക്കെ ഇങ്ങനെ കിടക്കുന്ന പോലെ ഒരു കുടുംബത്തെ തലമുറകളിലേക്ക് ഇങ്ങനെ കാത്തു സൂക്ഷിക്കും. അതിനുള്ള വഴികൾ ഇതിനകത്തുണ്ട്. കാരണം ഇത് ആത്മാവിനാൽ നിവേശിതമായിട്ടാണ് ഞാൻ കുറിക്കുന്നത് എന്നതിൻ്റെ ആദ്യ പാദങ്ങളിൽ ചാവറപ്പിതാവ് എഴുതി വയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ കുടുംബങ്ങളുടെ മധ്യസ്ഥനായി ചാവറപ്പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നൊരു പ്രാർത്ഥന നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെയും അവസാനം ഈ പുണ്യപിതാവിനോട് ഉള്ള പ്രാർത്ഥനയാക്കി ചേർത്ത് വയ്ക്കേണ്ടത് ഒരുപക്ഷെ ഈ ഒരു കാലത്തിൻ്റെ ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. തീർച്ചയായും വളരെ ഫലദായകമായ ഒരു ചിന്തകളുടെ ഒഴുക്കായിരുന്നു നമ്മളിലൂടെ ദൈവം ഇന്ന് അനുവദിച്ചത് എന്ന് മനസ്സിലാവുകയാണ്. പണ്ട് വീട്ടിലൊക്കെ അമ്മ ഞങ്ങൾ 7 പേരാണ് മക്കൾ. ഓരോരുത്തരെ പേരെടുത്ത് വിളിച്ചിട്ട് വിളി കേൾക്കാതെ വരുമ്പം ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്, ഇവനിത് എവിടെ പോയി കിടക്കുക അല്ലേ? അങ്ങനെ ചോദിക്കാറില്ലേ? ഇവിടെ എല്ലാ അമ്മമാരും ചോദിക്കും, നീ എവിടെ പോയി കിടക്കാടി എന്ന് വിളിച്ച് ചോദിക്കാറുണ്ട്. നീ എവിടെയാണ് കിടക്കുന്നത്? അതുതന്നെയാണ് ചാവറേച്ചന് ചോദിച്ചത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തതും അതുതന്നെയാണ്. എൻ്റെ വീട്ടിൽ ഞാൻ എവിടെ കിടക്കുന്നു? അതൊരപ്പൻ സ്വയം ചോദിക്കേണ്ടതാണ്. എൻ്റെ വീട്ടിൽ ഞാൻ എവിടെ കിടക്കുന്നു? അത് അമ്മ ചോദിക്കേണ്ടതാണ്. കട്ടിലേ കിടക്കുന്ന കാര്യം മാത്രമല്ല, കുടുംബത്തിൽ ഓരോരുത്തരുടെയും പൊസിഷനിങ്, അത് ഒരു ക്രമപ്പെടുത്തലിൻ്റെ ഭാഗമാണ്. ഒരു കുടുംബം എന്ന് പറയുന്നത് ക്രമം തെറ്റാതെ ഒരുമിച്ച് നീങ്ങുന്ന അംഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് എന്ന് ചാവറപ്പിതാവ് പറയുമ്പോൾ, നമ്മുടെ മക്കളെ എവിടെ കിടക്കുന്നു എന്ന് അന്വേഷിക്കുമ്പോൾ എവിടെ കിടത്തണം എന്നുള്ള ഉപദേശം കൂടി ചാവറപ്പിതാവ് തരികയാണ്. എങ്ങനെ കിടത്തണം എന്ന് പറയുമ്പോൾ കിടത്തൽ മാത്രമല്ല, എങ്ങനെ നടത്തണം, എങ്ങനെ ഇരുത്തണം, എങ്ങനെ വളർത്തണം. ഇത് മക്കളെ ദൈവത്തിൽ നിന്ന് ദാനമായി സ്വീകരിച്ചിട്ടുള്ള മുഴുവൻ മാതാപിതാക്കൾക്കും അനുദിന പ്രാർത്ഥനയുടെ ആത്മവിചാരങ്ങളോട് ചേർത്ത് വെച്ച് ധ്യാനിക്കാനുള്ള ധ്യാന വചനങ്ങളാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ വചനങ്ങൾ നമ്മുടെ വീട്ടിലെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ അക്ഷര വഴികളിലൂടെ നമ്മളെ നടത്തുകയായിരുന്നു. ഇതൊരു പുതിയ പാഠമല്ല, പക്ഷേ അനുദിന പാഠമാണ്. ഈ പാഠം ഉൾക്കൊണ്ട് വളരാനും നമ്മുടെ മക്കൾക്ക് ഇടറാതിരിക്കാനും നമ്മുടെ മക്കൾക്കുള്ള നമ്മുടെ കാവൽ കണ്ണുകൾ ഒരിക്കലും മക്കളിൽ നിന്ന് പറയാതിരിക്കാനും ഈ വിചിന്തനങ്ങൾ നമുക്ക് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ചർച്ചയിൽ അതിഥികളായിട്ട് പങ്കെടുക്കുകയും വളരെ പ്രസക്തമായ ചിന്തകൾ അനുഭവത്തിൽ നിന്ന് പങ്കുവെക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ജിജി അച്ഛനും ജോയി സാറിനും റോബിൾ സാറിനും, ഒപ്പം കൂരാച്ചുണ്ട് ഇടവകയിൽ നിന്നും കല്ലാനോട് ഇടവകയിൽ നിന്നും ഇവിടെ എത്തിയ നല്ല വിശ്വാസി സഹോദരങ്ങൾക്കും ശാലോം ടിവിയുടെ പേരിൽ ഹൃദയപൂർവ്വമായ നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.